ഇസ്രായേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂതികൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഗാസയിലും ലെബനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും ഇസ്രായേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് കൂടുതലും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി UN-ൽ അവർ വാദമുയർത്തുകയും ചെയ്തു. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കണമെന്ന നിലപാടാണ് ഇസ്രായേൽ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ ശക്തമായി ഉയർത്തുകയുണ്ടായി. ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾ US പിന്തുണയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ പ്രധാനമായും യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയയിലെ അസാദിന്റെയും വിധി ഹൂതികൾക്ക് വരുമെന്നാണ് നിലവിൽ ഉയരുന്ന ഭീഷണി. UN-ലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡനൻ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും $120 കോടി വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മുടക്കുകയുമാണെന്നാണ്. പക്ഷേ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിക്കുകയുണ്ടായി. വൈദ്യുതി നിലയങ്ങൾ, സാന വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ബെൻഗുറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം പ്രധാനമായും നടത്തിയത്. 2 ആഴ്ചയ്ക്കിടെ ഇത് 7ാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലാക്രമണം കൂടുതൽ നടത്തുന്നത്. ഈ കാലയളവിൽ അവർ ഡ്രോണുകൾ അയക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സൈറണുകൾ മുഴങ്ങുകയുണ്ടായി. തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത്. ജെറുസലേമിന് സമീപമുള്ള ബെയ്ത്ത് ഷമേഷ് നഗരത്തിലാണ് മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ പതിഞ്ഞിരുന്നതും. എന്നാൽ മിസൈൽ തകർത്ത ശബ്ദം കേട്ട് സുരക്ഷിത ബാങ്കറുകളിലേക്ക് ഓടുന്നതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിസ്സാര പരിക്കുകൾ ഏൽക്കുകയുണ്ടായി. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ കുറേ സമയം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് ടെൽ അവീവ് നഗരത്തിലെ ഇസ്രായേലിലെ പ്രമുഖ കവിയും ഗായകനുമായ മോശെ പെരൻസിന്റെ സംഗീതമേള നടക്കുകയുണ്ടായിരുന്നു. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് കാണികളിൽ പലരും ചെറുതായി പരിഭ്രാന്തരായിരുന്നു. എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നുമില്ല. പിന്നീട് ഹൂതി നേതാക്കൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും അവർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഗാസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഹൂതി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റി തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി സമൂഹമാധ്യമമായ എക്സിലും കുറിക്കുകയുണ്ടായി. തെക്കൻ ഹുദൈദയിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതായി ഹൂതി നേതാക്കൾ ശക്തമായി ആരോപിച്ചിരുന്നു. ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ആക്രമണം തുടങ്ങുകയും ചെയ്തു. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇവർ ആദ്യം പ്രധാനമായും ആക്രമണത്തിന് വിധേയമാക്കിയത്. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ഹമാസ് ഭീകരർ ഒത്തുതീർപ്പിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പ്രധാനമായും ഹൂതികൾ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ തുടങ്ങിയിരുന്നത്. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ വ്യോമസേന നിരവധി തവണ ഹൂതികളുടെ താവളമായ യമനിലെ സനയിൽ പല പ്രാവശ്യം ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തുകയുണ്ടായി. സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം, ഹുദൈദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകരുകയും ചെയ്തു. ഹുദൈദ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ഇവിടെ നങ്കൂരമിട്ടിരുന്ന പല കപ്പലുകളും പുറപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് നിലനിൽക്കുന്നത്.